ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഒരു ചെടി നടുന്നതിൻ്റെ കുറച്ച് രീതികളെക്കുറിച്ച് പറഞ്ഞു തരാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിന് ഒരു പോട്ട് എടുത്തിട്ടുണ്ട്, അതിൽ 2 ഹോളും ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ 4 ഇടേണ്ട സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ 2 ഇട്ടിട്ടുള്ളൂ. നമ്മൾ ആദ്യം കുറച്ച് ചെറിയ ചെറിയ കല്ലുകൾ ഇട്ട് കൊടുക്കണം. ഈ കല്ല് ഇട്ട് കൊടുക്കണം എന്തിനാണെന്ന് വെച്ചാൽ വെള്ളം അതിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് സാധാരണ പറയുന്നത്. അപ്പോൾ കുറച്ച് കല്ലുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് ചകിരിച്ചോറ് വയ്ക്കുന്നുണ്ട്. കുറച്ച് മതിയാവും, കാരണം ഇത് ചെറിയ പോട്ടായതുകൊണ്ട് വയ്ക്കുന്ന ചെടിയും ചെറുതാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് മതിയാവും. അതിന് ശേഷം നമുക്ക് കുറച്ച് ചാമ്പലിട്ട് കൊടുക്കാം. ചാമ്പൽ അതും പുതിയ ചാമ്പലെടുത്ത് കുറച്ച് പഴക്കമുള്ളതാണ്, കാരണം പുതിയതിട്ട് അതിൽ ചൂട് കാരണം ചെടി പെട്ടുപോകാൻ സാധ്യത കൂടുതലാണ്. ഇനി കുറച്ച് കരിയിലകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്ത കരികൾ തീരെ ഉണങ്ങിയിട്ടില്ല. അപ്പോൾ ഇപ്പോഴുള്ള കരിയിലകളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കരിയില പൊടിച്ചിടാൻ വേണ്ടി ശ്രമിക്കണം. ഇതേപോലെ വെച്ച് കൊടുത്താൽ കുറച്ച് കാലതാമസം എടുക്കും അത് മണ്ണിലോട് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പൊടിച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്നാണ് തോന്നുന്നത്. അപ്പോൾ കുറച്ച് കരിയിലകൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പുറത്ത് വേണം നമ്മൾ ഈ മണ്ണിട്ട് കൊടുക്കേണ്ടത്. ഈ മണ്ണ് നമുക്ക് മണ്ണിൽ കൂടെ വേണം നമുക്ക് ചാണകപ്പൊടിയോ ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത മണ്ണെടുക്കാം. ഇത് ഞാൻ ചാണകപ്പൊടി ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ നടാൻ പോകുന്ന ചെടി ഇതാണ്. ഈ ചെടിയുടെ പേര് വന്നിട്ട് ഫ്ലെയിം വയലറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. പൂവിൻ്റെ കളർ വെച്ചിട്ടല്ല പറയുന്നത്, ഇതിന് പല കളർ ഫ്ലവർ അവൈലബിൾ ആണ്. ഇതിപ്പോൾ ചുവപ്പ് കളറാണ് ഞാൻ നട്ടിട്ടുള്ളത്. ഇതിന് പുറമെ റോസ് കളറുണ്ട്, പിന്നെ ഇതിൻ്റെ ഇലകൾക്ക് കളർ വരുന്നതുണ്ട്. ഇത് ഇപ്പോൾ പച്ച ഇലയിൽ ചുവന്ന പൂവ്, ഇതേപോലെ തന്നെ പച്ച ഇലയിൽ തന്നെ റോസ് പൂവിൻ്റെ ഒരെണ്ണവും ഞാൻ നട്ടിട്ടുണ്ട്. ഇതിന് പുറമെ ഈ ഇലകൾക്ക് ചുമപ്പ് നിറമുള്ള ഒരു ഇതേപോലെ ഫ്ലെയിം വയലറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ പക്ഷേ ഉണ്ടാക്കുന്ന പൂവ് ചുവപ്പ് കളറാണ്. സാധാരണ എൻ്റെ വീട്ടിലുള്ളതിൽ ചുവപ്പാണ്, അതിലും പല കളർ ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പം നമ്മൾ ചെടി നട്ടിട്ട് അതിൻ്റെ കുറച്ച് മണ്ണിട്ടിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് സാധാരണ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറ്. അപ്പോൾ ഇതിനായി ഹാങ് ചെയ്തിടാൻ കണക്കിനാണ് നട്ടിട്ടുള്ളത്. ഇത് ഞാൻ പറഞ്ഞ ഫ്ലെയിം വയലറ്റിൻ്റെ മറ്റൊരു കളറാണ്, ഞാൻ പറഞ്ഞ റോസ് കളറ്. അപ്പോൾ ഇത് നട്ടിട്ട് കുറച്ച് ദിവസം അതിപ്പോൾ പടർന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.